ദീർഘവും സങ്കീർണവുമായ നടപടിക്രമങ്ങൾക്ക് ശേഷം യുഎസിന്റെ സ്ഥിര താമസാനുമതിയായ ഗ്രീൻ കാർഡ് ലഭിച്ചതിനെക്കുറിച്ച് പങ്കുവച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു കനേഡിയൻ പൗരൻ. 2023 അപേക്ഷ സമർപ്പിച്ച ഇദ്ദേഹത്തിന് നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷം 2025 നവംബർ 10 ഗ്രീൻ കാർഡ് കയ്യിൽ കിട്ടി. കാത്തിരിപ്പ് വളരെ വേദനാജനകമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ഗ്രീൻ കാർഡിന് അപേക്ഷിച്ച് കാത്തിരിക്കുന്ന മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാകുന്നതിനായി നടപടിക്രമങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ വിശദമാക്കിയിരിക്കുകയാണ്. 2000 കാനഡയിൽ വിവാഹിതനായ അപേക്ഷകൻ 2023 ഓഗസ്റ്റിൽ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷമാണ് കുടിയേറ്റ നടപടികൾ ആരംഭിച്ചത്. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്ന് പറഞ്ഞെങ്കിലും 2023 അവസാനത്തോടെ അത് ഒരാഴ്ചയായി ചുരുങ്ങിയപ്പോൾ പുതിയ തീയതി പറയാതെ സമയം നീട്ടി. 2024 സ്പ്രിംഗ് സമ്മർ സീസണുകളിൽ യുഎസിലേക്ക് മാറാനുള്ള പദ്ധതി നടന്നില്ല. കനേഡിയൻ പൗരനെന്ന നിലയിൽ യുഎസ് സന്ദർശിക്കാനും 2024 ജൂൺ മുതൽ ഒക്ടോബർ ആദ്യവാരം വരെ അവിടെ താമസിക്കാനും കഴിഞ്ഞു. 2024 നവംബർ അവസാനത്തോടെ I-130 അപേക്ഷ അംഗീകരിച്ചു. തുടർന്ന് അദ്ദേഹം DS-260 വിസ അപേക്ഷ സമർപ്പിച്ചു. ഡിസംബർ പകുതിയോടെ ഈ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ആദ്യം തെറ്റായ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് നൽകിയത്. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ശരിയായ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും അത് സമർപ്പിക്കുകയും ചെയ്തു. ഒരാഴ്ചയ്ക്ക് ശേഷം 2025 ഫെബ്രുവരിയിൽ വിസയ്ക്ക് വ്യവസ്ഥാപിതമായ അംഗീകാരം ലഭിച്ചു. തുടർന്ന് അഭിമുഖത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങി. 2025 ജൂലൈ 11 മോൺട്രിയലിൽ വെച്ച് സെപ്റ്റംബർ 11 അഭിമുഖം നടക്കുമെന്ന അറിയിപ്പ് ലഭിച്ചു. ആവശ്യമായ മെഡിക്കൽ പരിശോധന യുഎസ് സന്ദർശനത്തിനിടെ വാൻകൂവറിൽ വെച്ച് നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. സെപ്റ്റംബറിൽ അഭിമുഖം സുഗമമായി നടന്നു. സെപ്റ്റംബർ 25 പാസ്പോർട്ടും വിസയും ശേഖരിക്കാനുള്ള അറിയിപ്പ് ലഭിച്ചു. ഇതനുസരിച്ച് യുഎസിൽ പ്രവേശിക്കാൻ 2025 ഡിസംബർ 11 വരെ സമയമുണ്ടായിരുന്നു. ഒക്ടോബർ 23 കരമാർഗം അതിർത്തി കടന്നു. എൻട്രി നടപടിക്രമങ്ങൾക്ക് 1 മണിക്കൂർ എടുത്തു. തന്റെ പക്കൽ വാഹനവും സാധനങ്ങൾ കയറ്റിയ ട്രക്കും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും സമയമെടുത്തത്. ഒക്ടോബർ 30 യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഗ്രീൻ കാർഡ് നിർമ്മിക്കാൻ ഉത്തരവിട്ടു. നവംബർ 3 സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ലഭിച്ചു. നവംബർ 10 ഗ്രീൻ കാർഡ് വീട്ടിലെത്തി. അദ്ദേഹം പോസ്റ്റിൽ വിശദമാക്കി. അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും വ്യക്തികളെ അനുവദിക്കുന്ന ഒരു പ്രധാന രേഖയാണ് ഗ്രീൻ കാർഡ് അഥവാ സ്ഥിര താമസ രേഖ. ഇത് നിയമപരമായ സ്ഥിരതാമസത്തിന്റെ ഔദ്യോഗിക തെളിവാണ്. അമേരിക്കൻ പൗരത്വം നേടാനുള്ള ഒരു പ്രധാന ചുവടുവെപ്പ് കൂടിയാണ്. ഇന്ത്യൻ അപേക്ഷകർക്ക് ഗ്രീൻ കാർഡ് പ്രക്രിയ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ചില വിസ വിഭാഗങ്ങളിലെ ഉയർന്ന ആവശ്യകതയും അതുമൂലമുണ്ടാകുന്ന കാലതാമസവും കാരണം അവർക്ക് ചില പ്രത്യേക വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ സ്പോൺസർഷിപ്പ്, തൊഴിൽ, ഡൈവേഴ്സിറ്റി വിസ ലോട്ടറി എന്നിവ വഴിയാണ് ഗ്രീൻ കാർഡ് നേടാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഉയർന്ന കുടിയേറ്റ നിരക്ക് കാരണം ഡൈവേഴ്സിറ്റി വിസ ലോട്ടറിയിൽ ഇന്ത്യക്കാർക്ക് പരിമിതമായ അവസരങ്ങളേ ഉള്ളൂ. ഇന്ത്യൻ പ്രൊഫഷണലുകൾ, പ്രത്യേകിച്ച് ടെക്നോളജി സ്പെഷ്യലൈസ്ഡ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ അധിഷ്ഠിത ഗ്രീൻ കാർഡുകളാണ് പ്രധാനമായും ലഭിക്കുന്നത്. ഇതിൽ ഉയർന്ന ബിരുദമുള്ളവർ, വിദഗ്ധ തൊഴിലാളികൾ, അസാധാരണ കഴിവുകളുള്ള വ്യക്തികൾ എന്നിവർക്കെല്ലാം അപേക്ഷിക്കാൻ അവസരമുണ്ട്.